ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ഇന്നലത്തെയോടെ 51 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേൾക്കുന്നവർക്ക് ഇത് ചെറുതായിട്ട് തോന്നാം, പക്ഷേ എനിക്കിതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഇതെനിക്ക് വർക്കൗട്ട് ആകുമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മ പറഞ്ഞതിനെ പ്രമാണിച്ചാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് ഒരാൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഇത്രയും ഫാമിലീസിനെ കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അറിയാവുന്നതിൽ 2-3 പേരോട് മാത്രമേ ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ എൻ്റെ കൂട്ടത്തിലുള്ള മിക്കവർക്കും അറിയത്തില്ല കേട്ടോ. അപ്പം ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ കൂടെ നിൽക്കുന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം നമ്മൾ ഉച്ചക്കത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അണ്ണൻ തിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. പിന്നെ അടുപ്പത്ത് ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട്, അത് ഉച്ചക്കത്തേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ അതിനകത്ത് നിന്ന് ഇച്ചിരി ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ പെട്ടെന്ന് നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഒരു തോന്നൽ തോന്നി. പിന്നെ ഞാൻ അപ്പം നോക്കിയപ്പോൾ ബ്രെഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മൂമ്മയും അപ്പൂപ്പനും എപ്പോഴും റസ്ക് തിന്നുന്നതുകൊണ്ട് ഉപകാരമുണ്ട്. ഞാൻ അവിടുന്ന് പോയി റസ്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇച്ചിരി പഞ്ചസാരയും മുളക് പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ കുറച്ച് റസ്ക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നല്ലപോലെ അടിച്ചെടുത്തു. പിന്നെ അത് കുഴച്ചൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് പരത്തി നമ്മൾ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കണം, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടയ്ക്കുന്ന പാത്രമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു ഷേപ്പിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാനത് സെറ്റാക്കി വെച്ചിട്ട് വന്ന് ഉച്ചയായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു. നമുക്ക് ചോറ്, മോര്, മീൻകറി, പിന്നെ പച്ചടി, പിന്നെ നമുക്ക് ചിക്കനും ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. അതിനുശേഷം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ നഗറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ നഗറ്റ്സ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നഗറ്റ്സ് എന്തായാലും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയില്ല. അപ്പം എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.